0 to 12 മന്ത് വരെയുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇനിയും ഒരു പ്ലേ ഏരിയ സെറ്റ് ചെയ്തില്ലേ എങ്കിൽ ഇനി വൈകേണ്ട. 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിൾ ആൻഡ് സേഫ് ആയ ഒരു പ്ലേ ഏരിയ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. കുഞ്ഞിന് കംഫർട്ടബിൾ ആൻഡ് കാം ആയതും ഫ്രീ ആയി എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നതുമായ ഒരു സ്പേസ് തിരഞ്ഞെടുക്കുക. കുഞ്ഞിന് കളിക്കാനും ഇഴയാനും ഒക്കെ സ്പേസ് ഉണ്ടാകണം. ഫർണിച്ചറും മറ്റ് അപകടകരമായ വസ്തുക്കളും ഒഴിവാക്കുക. ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ്സ് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാവുന്നതാണ്. ഒപ്പം നല്ല കാറ്റും വെളിച്ചവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തും. 3 മാസം മുതൽ വൈബ്രന്റ് കളേഴ്സ് യൂസ് ചെയ്ത് പ്ലേ ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ്. പ്ലേ മാക്സ്, ടോയ്സ്, ഡെക്കറേഷൻസ് എന്നിവ കളർഫുൾ ആകാൻ ശ്രദ്ധിക്കുക. ഇത് കുഞ്ഞിന്റെ വിഷ്വൽ സ്റ്റിമുലേഷന് വളരെ ഹെൽപ്ഫുൾ ആണ്. കുഞ്ഞിന്റെ സെൻസറി ഡെവലപ്മെന്റ് വളരെ വേഗത്തിൽ നടക്കുന്ന ടൈം ആയതിനാൽ സെൻസറി ടോയ്സ് ആൻഡ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വേരിയസ് ടെക്സ്ചേഴ്സിലുള്ള ടോയ്സും എക്യുപ്മെന്റ്സും ഒക്കെ വാങ്ങാവുന്നതാണ്. അതോടൊപ്പം ഫ്ലോറിങ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. സെൻസറി ടോയ്സിനൊപ്പം ഹാങ്ങിങ് ടോയ്സ്, ടമ്മി ടൈം മാറ്റ്സ്, പിക്ചർ ആൻഡ് സൗണ്ട് ബുക്ക് തുടങ്ങി ധാരാളം ടോയ്സ് പ്ലേ ഏരിയയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. വിഷ്വൽ സ്റ്റിമുലേഷനും സെൽഫ് അവയർനെസ്സിനുമായിട്ട് ചൈൽഡ് സേഫ് മിറേഴ്സ് കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഫുഡും സ്ക്രീൻ ടൈമും പ്ലേ ഏരിയയിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കുഞ്ഞിന്റെ പ്ലേ ഏരിയയിൽ ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒപ്പം ചെറിയ രീതിയിലുള്ള മ്യൂസിക് കുഞ്ഞിന് പ്ലേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടോയ്സും പ്ലേ ഏരിയയും എല്ലാം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സാനിറ്റൈസ് ചെയ്യുക. ടോയ്സ് സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് ബോക്സസ് നൽകി കുഞ്ഞിന് ഈ പ്രായത്തിൽ തന്നെ ഓർഗനൈസേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരാവുന്നതാണ്. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ കുഞ്ഞിനായിട്ട് ഒരു പ്ലേ ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ്. കുഞ്ഞിന്റെ എല്ലാ ഡെവലപ്മെന്റ്സും പ്രോപ്പർ ആക്കാൻ ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് കഴിയുന്നു. കുഞ്ഞിന്റെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള വീഡിയോസിനായി ഈ പേജ് ഫോളോ ചെയ്യൂ.